കേന്ദ്രം ഇറക്കുമതി തീരുവ കൂട്ടിയതിന് പിന്നാലെ കുതിച്ചുയർന്ന സ്വർണ്ണവില. പവന് 10,200 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. ഇന്ധനവില വർധനവിന് പിന്നാലെ എയർ ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ചു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രിസഭ അടിയന്തര യോഗം ചേരുകയാണ്. പ്രതിസന്ധി മുന്നിൽ കണ്ട് പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചു. ദില്ലി, ഉത്തർപ്രദേശ് സർക്കാരുകളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ സ്വർണ്ണവില കുതിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ വാഹനങ്ങളുടെയും അകമ്പടി വാഹനങ്ങളുടെയും ഒക്കെ എണ്ണം വെട്ടിച്ചുരുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരു ആസന്നമായ പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ടോ? ഉറപ്പായും അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദേശ നാണ്യ ഒഴുക്ക് പിടിച്ചു നിർത്താനുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അതിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ചില ആഹ്വാനങ്ങൾ ജനങ്ങളോട്, പൌരന്മാരോട് നടത്തിയിരുന്നു. ഇപ്പോഴത്തെ സ്വർണത്തിന്റെ തീരുവ 6% നിന്ന് ഇറക്കുമതി തീരുവ 15%, 9% ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളിയുടെ തീരുവയും ഈ രൂപത്തിൽ തന്നെ 15% ഉയർത്തിയിട്ടുണ്ട്. 10% അടിസ്ഥാന കസ്റ്റം ഡ്യൂട്ടിയും 5% സെസ്സുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇന്ധന പ്രതിസന്ധി രൂക്ഷമാണ്. അതുകൊണ്ട് നേരത്തെ വാഹനങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് ആഹ്വാനമുണ്ടായിരുന്നു. പിന്നാലെ പ്രധാനമന്ത്രി തന്നെ വാഹന വ്യൂഹം 50% കുറയ്ക്കണം, പകുതി വാഹനങ്ങൾ വേണ്ട എന്ന് നിർദ്ദേശം നൽകി. പിന്നാലെ ദില്ലിയിലും ഉത്തർപ്രദേശിലുമെല്ലാം BJP സർക്കാരുകൾ, മുഖ്യമന്ത്രിമാരടക്കം വാഹന വ്യൂഹം കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകുകയും അത് പ്രാബല്യത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ധനവില വർധനവ് ഉടനെ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകുമോ? കൂടുതൽ നിയന്ത്രണങ്ങൾ, ഈ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിലടക്കം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന രൂപത്തിലുള്ള ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പുതിയ നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ്. അതിന്റെ മുന്നോടിയായി വേണം പ്രധാനമന്ത്രിയുടെ മുൻപ് നടത്തിയ ആഹ്വാനത്തെ കാണാൻ. ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് സമ്പദ്ഘടന കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.